തസ്യാംഗദേശകലിധോ ഹരിരേവ പായാത് നീലപ്രകാശരുചിരാശ്രീയാ മാതധാനാം പീതാംബര പ്രഥമ യൗവനഗർവധാരീ ശ്രീവത്സ കൗസ്തുഭധരോ ധൃതവേദബാഹു. വരുണ ബീജത്തിൻ്റെ മടിയിലായി സ്ഥിതി ചെയ്യുന്നവനും നീല നിറത്തിലുള്ള മനോഹര കാന്തി സമൂഹത്തോടു കൂടിയവൻ, പീതാംബരധാരിയും യൗവന ആരംഭത്തിൻ്റെ ഗർവത്തെ ധരിക്കുന്നവൻ, ശ്രീവത്സ ചിഹ്നവും കൗസ്തുഭമണിയും ധരിക്കുന്നവൻ, വേദങ്ങളെ ധരിക്കുന്നവൻ, കൈകളോട് കൂടിയവനുമായ ഹരി തന്നെ പാലിക്കുമാറാകട്ടെ. വരുണ ബീജത്തിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തെ വർണ്ണിക്കുന്നു. തസ്യാംഗ അംഗേ ബീജമസ്തകത്തിൻ്റെ ബിന്ദുമധ്യത്തിൽ ധാരാബീജ ബിന്ദുവിൽ ബ്രഹ്മത്തിൻ്റെ സ്ഥിതി എപ്രകാരവും അപ്രകാരം കലിത സ്ഥിതൻ നീലപ്രകാശരുചിരാശ്രിയമതധാന. നീല നിറത്തിലുള്ള തേജസ്സിന് യാതൊരു വിധത്തിലുള്ള മനോജ്ഞമായ ശോഭയുണ്ടോ ആ ശോഭയെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. നീല നിറത്തിലുള്ള ശരീരകാന്തിയോടുകൂടി ശ്രീവത്സ കൗസ്തുഭധര, ശ്രീവത്സത്തെയും കൗസ്തുഭത്തെയും അണിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. കൗസ്തുഭം ഹൃദയേ രത്നം സൂര്യായുധ സമപ്രദം തതോ വനമാലാം ച ചന്ദ്രയുധാ സമപ്രഭം. കൗസ്തുഭോർധാ ച ശ്രീവത്സം ചന്ദ്രായുധ സമപ്രഭം. വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ 10,000 സൂര്യന്മാരുടെ കാന്തിക്ക് സമാനമായ പ്രഭയോടുകൂടിയ കൗസ്തുഭം വിരാജിക്കുന്നു. അതിന് താഴെയായി 10,000 ചന്ദ്രന്മാരുടെ കാന്തിക്ക് സമാനമായ വനമാലയും, കൗസ്തുഭമണിക്ക് മുകളിലായി 10,000 ചന്ദ്രന്മാരുടെ കാന്തിയോടുകൂടിയ ശ്രീവത്സവും പ്രകാശിക്കുന്നു. പാശഹസ്തം തഥാംഘേ ച ഹരിം ശ്യാമം ചതുർഭുജം ശംഖും ചക്രേ ഗദേ പത്മധാരിണിം പീതവാസസം. കയ്യിൽ പാശം ധരിച്ച വരുണന്റെ മടിത്തട്ടിൽ ശ്യാമവർണ്ണനും ചതുർഭുജനും 4 കൈകളുമായി ശംഖ്, ചക്രം, ഗദ, താമര ഇവകളെ ധരിച്ചിരിക്കുന്നവനും മഞ്ഞവസ്ത്രം ധരിച്ചിരിക്കുന്നവനുമായി ഹരി സ്ഥിതി ചെയ്യുന്നു. മൂലാധാരത്തിൽ ഹംസവാഹനോപരി ബ്രഹ്മാവിൻ്റെ സ്ഥിതിയെ വർണ്ണിക്കപ്പെട്ടതുപോലെ സ്വാധിഷ്ഠാനത്തിൽ ഗരുഡോ വാഹനോപരി സ്ഥിതി വിഷ്ണു വർണ്ണിക്കപ്പെട്ടത് വ്യക്തമാണ്. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവത സാക്ഷാൽ ഹരിയാണ്. ദേവത വരുണ ബീജമായ വം ബീജത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞ വസ്ത്രധാരിയും 4 കൈകളുള്ളവനും നീലത്താമരയ്ക്ക് സമാനമായ ശരീര കാന്തിയുള്ളവനും ഹൃദയത്തിൽ ശ്രീവത്സ ചിഹ്നവും കൗസ്തുഭമണിയും ധരിക്കുന്നവനുമാണ്. ഹരി നവ താരുണ്യത്തോടുകൂടി ശോഭിക്കുന്നവനുമാണ്. അത്രൈവാഭാതി സതതം ഖലു രാഗിണീ സാ നീലാംബോജോധരോ സഹോദര കാന്തിശോഭം. നാനായുധോധൃത കരായിലസീതാംഗലക്ഷ്മിർ ദിവ്യാംബര ആഭരണഭൂഷിത മത്തചിത്താം. സ്വാധിഷ്ഠാന ചക്രത്തിൽ രാഗിണി എന്ന ദേവത സ്ഥിതി ചെയ്യുന്നു. എപ്പോഴും പ്രകാശിക്കുന്നതും
നീലത്താമരയുടെ അന്തർഭാഗത്തായി ഉള്ള കാന്തിക്ക് സമാനമായ കാന്തിയുള്ളവനുമാകുന്നു. ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നാനാവിധമായ ആയുധങ്ങൾ ധരിച്ച ശോഭിക്കുന്ന ഇവളുടെ ശരീരകാന്തി 10 മടങ്ങ് സൗന്ദര്യവത്തായിത്തീരുന്നു. നാനാവിധ ആഭരണങ്ങളണിഞ്ഞ് ദിവ്യമായ വസ്ത്രവും ധരിച്ച് സഹസ്രാരത്തിൽ നിന്ന് പൊഴിയുന്ന അമൃതപാനം ചെയ്ത് മതിച്ച് അഥവാ ആനന്ദസാഗരത്തിൽ മുഴുകിയിരിക്കുന്നു. ശ്യാമം ശൂലാബ്ജഹസ്ഥാം ഡമരുകരായുധാം തീക്ഷണാണ്ടംഗം വഹന്തിം മുഗ്രാം രക്തത്രിനേത്രാം കുടില സഹാലസദ്ധന്ത ദംഷ്ട്രപ്രഭാതി ദീപ്താം ദേവദേവീം ഹൃദയകമലാംഗരക്തധാരൈകനാസാം ശുക്ലാനെ സക്തചിത്താമഭീമതവലധാം രാഗിണീം ചിന്തയേതാം. രാഗിണി നീലോൽപ്പലത്തിൻ്റെ വർണ്ണത്തോടു കൂടിയവളാണ്. അവളുടെ കരങ്ങളിൽ ശൂലം, താമര, ഡമരു, മൂർച്ഛയുള്ള മഴു എന്നീ ആയുധങ്ങളുണ്ട്. അവളുടെ വീക്ഷണം ക്രൂരതയോടു കൂടിയുള്ളതാണ്. അവളുടെ കണ്ണുകൾ അരുണവും ദംഷ്ട്രങ്ങൾ നീണ്ട് വെളുത്തതും ഭയാനകവുമാണ്. എല്ലാ ദേവന്മാരെയും പ്രശോചിപ്പിക്കുന്ന ദേവിയാണ്. 2 താമരയിൽ ഇരുന്നുകൊണ്ട് നാസാഗ്രദ്വാരത്തിൽ കൂടി രക്തം സെവിക്കുന്നതായും കാണുന്നു. വെളുത്ത അന്നത്തിൽ പ്രീതിയുള്ളവളുമാണ്. വലിയ താമരയുടെ ഉള്ളിൽ മറ്റൊരു താമരയ്ക്ക് അകത്താണ് രാഗിണിയിരിക്കുന്നത്. വ്യത്യസ്ത പത്മങ്ങളിലായി രാഗിണിയെ വർണ്ണിച്ചിരിക്കുന്നത്. മറ്റൊരു രക്തപത്മത്തിലാണ് മറ്റു ശക്തികൾ സ്ഥിതി ചെയ്യുന്നത് എന്നും ബോധിച്ചു കൊള്ളേണ്ടതാണ്. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവത രാഗിണി എന്ന ശക്തിയാണ്. ഇവൾ വിഷ്ണുവിൻ്റെ ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്നു. രാഗിണീ ദേവിയുടെ ശോഭ നീലത്താമരയ്ക്ക് സമാനമായ ശ്യാമവർണ്ണമാണ്. 4 കൈകളും ആ കൈകളിലായി ശൂലം, താമര, ഡമരു, മൂർച്ചയുള്ള മഴു എന്നിവ ധരിച്ചിരിക്കുന്നു. ദിവ്യ വസ്ത്രങ്ങളാലും ദിവ്യാഭരണങ്ങളാലും അലങ്കൃതമാകുന്നു. അപ്രകാരം പ്രസന്ന ചിത്തയുമാകുന്നു. സ്വദിഷ്ഠാനാഖ്യമേതത് സരസിജമമലം ചിന്തയേതയോ മനുഷ്യ അസ്യാഹകാര ദോഷാദിക സകലവിഭോ ക്ഷീയത്തെ തക്ഷണേന യോഗീശ സോപി മോഹാദ്ഭുതാതിമീരത യേ ഭാനുതുല്യപ്രകാശ ഗധൈർപദ്യൈ പ്രബന്ധൈയ വിരജായധീ സുധാവാക്യസന്ദേഹലക്ഷ്മി. യാതൊരുവനാണ് നിർമ്മലമായ ഈ സ്വാധിഷ്ഠാന ചക്രത്തെ ധ്യാനിക്കുന്നത്, അവന് അഹങ്കാരാദി സമസ്ത ദോഷങ്ങളും നശിക്കുന്നു. ഇതിനെ യോഗിമാർ ശ്രേഷ്ഠമായി കണക്കാക്കുന്നു. മോഹാന്ധകാരത്തിനുമേൽ സൂര്യനെ പ്രകാശിക്കുന്നവൻ പദ്യാദികളായ പ്രബന്ധങ്ങളിലൂടെ അമൃതം പ്രാപിക്കുന്നവനുമായിത്തീരും. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ധ്യാനപരമുണ്ടാകുന്ന അനുഭൂതികളെയാണ് ശ്ലോകത്തിൽ പറയുന്നത്. സ്വശബ്ദേന പരം ലിംഗം സ്വാധിഷ്ഠാനം തതോ വിദു. സ്വ എന്ന അധിഷ്ഠാന ചക്രം സ്വാധിഷ്ഠാന ചക്രം എന്ന് രുദ്രയാമത്തിൽ പറയുന്നു. അഹങ്കാര ദോഷാദി എന്നതിൽ 6 ദുർവാസനകളെയാണ് എന്ന് ഗ്രഹിക്കേണ്ടത്. കാമ, ക്രോധ, മോഹ, മത, മാത്സര്യം. ഇവ 6 അഹങ്കാരജന്യമാകും. സ്വാധിഷ്ഠാന ചക്രത്തിൽ അഥവാ പത്മത്തിൽ ധ്യാനം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ശത്രുക്കളായ 6 ദോഷങ്ങളും നശിച്ചു പോകുന്നു. ഇവിടെ ധ്യാനിക്കുമ്പോൾ മായയുടെ തമസും മോഹവും നശിച്ച് ജ്ഞാനമാകുന്ന ആദിത്യൻ ഉദിക്കുന്നു എന്ന് സ്പഷ്ടം.
സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ധ്യാനിക്കുന്ന പുരുഷന് കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യ ഈ 6 ശത്രുക്കളും തൽക്ഷണം നശിക്കുന്നു. പുരുഷ യോഗിമാരിൽ അത്യന്തം ശ്രേഷ്ഠന്മാരായി തീരുകയും ചെയ്യുന്നു. മോഹരൂപമായ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിച്ച് സൂര്യസമാനം പ്രശോഭിപ്പിക്കുന്നു. ഈ പുരുഷൻ ഗദ്യ പദ്യ പ്രബന്ധങ്ങളുടെ രചനയാൽ അമൃതിന് തുല്യമായ വാക് സമൂഹത്തെ സമ്പത്തിന് അനുഭവ യോഗ്യനായി തീരുന്നു. സ്വാധിഷ്ഠാന ചക്രം സിന്ദൂരവർണ്ണവും 6 ഭുജങ്ങളുമുള്ളതായ പത്മമാകും. ഈ 6 ദളങ്ങളിലായി 6 അക്ഷരങ്ങളാണുള്ളത്. ബീജ സഹിതമായ ഭ, ഭ, മ, യ, ര, ല എന്നീ അക്ഷരങ്ങളാണ്. അവ ഭം, ഭം, മം, യം, രം, ലം എന്നീ 6 അക്ഷരങ്ങളും മിന്നൽ പിണറിന് സമാന കാന്തിയുള്ളവയുമാണ്. പത്മത്തിൻ്റെ കർണികയിൽ അഷ്ടദളങ്ങളുള്ള ജലത്തിൻ്റെ സ്ഥാനത്തെ കുറിക്കുന്ന പത്മം സ്ഥിതി ചെയ്യുന്നു. പത്മത്തിൻ്റെ മധ്യത്തിലായി അർദ്ധചന്ദ്രക്കലയും ധവള വർണ്ണത്തിലുള്ളതും മധ്യത്തിൽ വരുണബീജമായ വം എന്ന അക്ഷരത്തോട് കൂടിയതുമാകുന്നു. മകര മത്സ്യത്തിനു മുകളിൽ പാശം ധരിച്ച് ബീജാക്ഷരം സ്ഥിതി ചെയ്യുന്നു. വം എന്ന അക്ഷരത്തിൻ്റെ മധ്യത്തിലായി ഗരുഡാരൂഢനായ വിഷ്ണുദേവൻ സ്ഥിതി ചെയ്യുന്നു. വിഷ്ണുവിൻ്റെ 4 കരങ്ങളിൽ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നീ ആയുധങ്ങളുണ്ട്. യൗവനം കുറിക്കുന്ന മുഖകാന്തിയും മഞ്ഞ വസ്ത്രം ധരിച്ചവനും കഴുത്തിൽ നീണ്ട വനമാലയോടുകൂടിയ വക്ഷസ്ഥലത്തിൽ ശ്രീവത്സവും കൗസ്തുഭവും ധരിച്ചവനുമാണ് ശ്രീ മഹാവിഷ്ണുദേവൻ. ഞെട്ടിയുടെ അന്തർഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുവന്ന താമരയിൽ അഷ്ടദളം ശ്യാമവർണ്ണത്തിലുള്ള രാഗിണി സ്ഥിതി ചെയ്യുന്നു. അവളുടെ 4 കരങ്ങളിലായി ശൂലം, താമര, ഡമരു, മഴു എന്നീ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നു. കാഴ്ചയിൽ ഭയാനകവും ശൂരതയുള്ളതുമായ ദംഷ്ട്രങ്ങളോടുകൂടിയ മുഖവും 3 കണ്ണുകളോടുകൂടിയതുമാകുന്നു. അവൾ വെളുത്ത അന്നത്തിൽ പ്രിയമുള്ളവളും 2 താമരകളിലായി ഇരിക്കുന്നവളും അവളുടെ ഒരു നാസികയിൽ നിന്ന് രക്തം സ്രവിച്ചുകൊണ്ടിരിക്കുന്നവളുമാകുന്നു.